First question. Who is the authority to accept application for relinquishment of lands? ഭൂമി വിട്ടു നൽകുന്നതിനുള്ള അപേക്ഷ സ്വീകരിക്കാനുള്ള അധികാരം ആർക്കാണ്? ആൻസർ RDO. A document written on unstamped paper evidencing voluntary gift of lands to the Bhutan movement is called dash. ഭൂതാൻ പ്രസ്ഥാനത്തിന്റെ സ്വമേധയാ ഭൂമി നൽകിയതിന്റെ തെളിവായി സ്റ്റാമ്പ് ചെയ്യാത്ത പേപ്പറിൽ എഴുതിയ ഒരു രേഖയെ ഡാഷ് എന്ന് വിളിക്കുന്നു. ആൻസർ ദാനപത്രം. Objections, if any, to relinquishment is in form dash. എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ വിട്ടു നൽകുന്നതിന് ഉള്ള ഫോമാണ് ഓപ്ഷൻ സി. ഫോം സിയിലാണ് എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ വിട്ടു നൽകുന്നതിനുള്ള ഫോം. Who is competent to write off the land tax of the relinquished land? വിട്ടുകൊടുത്ത ഭൂമിയുടെ ഭൂനികുതി എഴുതി തള്ളാൻ ആർക്കാണ് യോഗ്യത? തഹസിൽദാർ. What is the appeal period against an order of relinquishment? ഒരു റീലിംഗ്വിഷ്മെന്റ് ഉത്തരവിനെതിരെ അപ്പീൽ കാലയളവ് എത്രയാണ്? ആൻസർ 30 days. To whom revision against the orders under land relinquishment is to be filed? Answer Land Revenue Commissioner. The application for relinquishment is to be stamped dash under the Court Fees Act. കോടതി ഫീസ് നിയമത്തിന് കീഴിൽ ഡാഷ് മുദ്ര പതിപ്പിക്കണം. ആൻസർ നോ കോർട്ട് ഫീ. കോടതി ഫീസ് ഇല്ല. What is the time limit for acceptance of relinquishment of land? ഭൂമി വിട്ടു നൽകുന്നതിനുള്ള സമയപരിധി എത്രയാണ്? ആൻസർ സമയപരിധി ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Land Acquisition, Rehabilitation and Resettlement Act 2013 came into effect from dash. Land Acquisition, Rehabilitation and Resettlement Act 2013 ഡാഷ് മുതൽ പ്രാബല്യത്തിൽ വന്നു. ആൻസർ 1/1/2014. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What percent of land is set apart where the land is acquired for urbanization under Act 2013 for the affected land owners? 2013 ആക്ട് പ്രകാരം നഗരവൽക്കരണത്തിനായി ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ എത്ര ശതമാനം ഭൂമിയാണ് ബാധിത ഭൂ ഉടമകൾക്കായി നീക്കിവച്ചിരിക്കുന്നത്? ആൻസർ 20. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Under the Land Acquisition Act of 2013, if the acquired land is not used within dash years of acquisition, the land shall be transferred to the state government land bank. 2013 ലാൻഡ് അക്വിസിഷൻ ആക്ട് പ്രകാരം ഏറ്റെടുത്ത ഡാഷ് വർഷത്തിനുള്ളിൽ ഉപയോഗിച്ചില്ലെങ്കിൽ ഭൂമി സംസ്ഥാന സർക്കാരുകളുടെ ലാൻഡ് ബാങ്കിലേക്ക് മാറ്റുന്നതാണ്. ആൻസർ 10. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Solatium is increased to % of the total compensation under the Land Acquisition Act 2013. 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിന് കീഴിലുള്ള മൊത്തം നഷ്ടപരിഹാരത്തിന്റെ ഡാഷ് ശതമാനമായി സൊളാറ്റിയം വർദ്ധിപ്പിക്കുന്നു. ആൻസർ 100. How many infrastructural amenities are proposed in the Land Acquisition Act 2013? 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിൽ എത്ര അടിസ്ഥാന സൗകര്യങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്? ഓപ്ഷൻ സി 25. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Under the Land Acquisition Act 2013, who are considered as separate families? 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരം ആരെയാണ് പ്രത്യേക കുടുംബങ്ങളായി കണക്കാക്കുന്നത്? ആൻസർ പ്രായപൂർത്തിയാകാത്ത സഹോദരന്മാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Marginal farmer means a cultivator within an unirrigated land holding up to dash hectare. നാമമാത്ര കർഷകൻ എന്നാൽ ഡാഷ് ഹെക്ടർ വരെ ജലസേചനം നടത്താത്ത ഭൂമിയുടെ കൃഷിക്കാരൻ എന്നാണ് അർത്ഥമാക്കുന്നത്. ആൻസർ 1. നാമമാത്ര കർഷകൻ എന്നാൽ 1 ഹെക്ടർ വരെ ജലസേചനം നടത്താത്ത ഭൂമിയുടെ കൃഷിക്കാരൻ എന്നാണ് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The Social Impact Assessment study under the 2013 Land Acquisition Act shall be within a period of dash months. 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിന് കീഴിലുള്ള സോഷ്യൽ ഇമ്പാക്ട് അസസ്മെന്റ് പഠനം ഡാഷ് മാസത്തിനുള്ളിൽ ആയിരിക്കും. ആൻസർ 6 മാസം. Who direct the survey and demarcation of
any land belonging to local authority. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഏതെങ്കിലും ഭൂമിയുടെ സർവേയും അതിരുകൾക്കും ആരാണ് നേതൃത്വം നൽകുന്നത്? ആൻസർ സർക്കാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അണ്ടർ ദ സർവേ ആൻഡ് ബൗണ്ടറീസ് ആക്ട് no appeal shall be admitted after a period of dash. സർവേ ആൻഡ് ബൗണ്ടറി ആക്ട് പ്രകാരം ഡാഷ് കാലയളവിന് ശേഷം അപ്പീൽ സ്വീകരിക്കില്ല. ആൻസർ 1 month. What is the dimensions of the field stones? ഫീൽഡ് സ്റ്റോണുകളുടെ അളവുകൾ. ആൻസർ ഓപ്ഷൻ ബി 60, 15 and 15 cents. Next question. The plummet hole of a theodolite stone is dash centimeter deep cut on the top. ഒരു തിയോഡലൈറ്റ് കല്ലിന്റെ പ്ലമ്മറ്റ് ദ്വാരം മുകളിൽ ഡാഷ് സെന്റിമീറ്റർ ആഴത്തിൽ മുറിച്ചിരിക്കുന്നു. ആൻസർ 1 centimeter. ഒരു തിയോഡലൈറ്റ് കല്ലിന്റെ പ്ലമ്മറ്റ് ദ്വാരം 1 centimeter ആഴത്തിലാണ് മുറിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. To whom charges for the repair and renewal of the state boundaries are to be submitted? സംസ്ഥാന അതിർത്തികളുടെ അറ്റകുറ്റപ്പണികൾക്കും പുതുക്കലിനും ആർക്കാണ് ചാർജുകൾ സമർപ്പിക്കേണ്ടത്? ആൻസർ കളക്ടർ. Who measure new division if no special agency is not employed? പ്രത്യേക ഏജൻസിയെ നിയമിച്ചിട്ടില്ലെങ്കിൽ ആരാണ് പുതിയ ഡിവിഷൻ അളക്കുന്നത്? വില്ലേജ് അസിസ്റ്റന്റ്. Complaints received during the course of the survey and demarcation are disposed of by the dash. സർവേ സമയത്തും അതിർത്തി നിർണയിക്കുമ്പോഴും ലഭിച്ച പരാതികൾ ഡാഷ് വഴി തീർപ്പാക്കുന്നു. ആൻസർ തഹസിൽദാർ. What is the limit of tolerance allowable in linear measurements of the theodolite traverse survey of a distance below 20 meters? 20 മീറ്ററിൽ താഴെയുള്ള ഒരു തിയോഡലൈറ്റ് ട്രാവേഴ്സ് സർവേയുടെ ലീനിയർ അളവുകളിൽ അനുവദനീയമായ ലിമിറ്റ് ഓഫ് ടോളറൻസ് എത്രയാണ്? ആൻസർ 2 decimeters. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. For the conversion of reclamation of any paddy land, who has power to grant exception? ഏതെങ്കിലും നെൽപ്പാടം മാറ്റുന്നതിനോ നികത്തുന്നതിനോ ഇളവ് നൽകാൻ ആർക്കാണ് അധികാരം? Answer government. Next question. If a village officer fails to take action on the report received by him regarding violation under the Paddy and Wetlands Act 2008, he shall be deemed to have committed as offence punishable not less than dash months. 2008 നെൽവയൽ തണ്ണീർത്തട നിയമലംഘനം സംബന്ധിച്ച് വില്ലേജ് ഓഫീസർക്ക് ലഭിച്ച റിപ്പോർട്ടിൽ നടപടിയെടുക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ ഡാഷ് മാസത്തിൽ കുറയാത്ത ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമായി കണക്കാക്കും. ആൻസർ 6 മാസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who is competent to take action to restore the original position of any paddy lands or wetlands reclaimed violating the provisions of the act? നിയമത്തിലെ വ്യവസ്ഥകൾ ലംഘിച്ച് നികത്തിയ ഏതെങ്കിലും നെൽഭൂമിയുടെയോ തണ്ണീർത്തടത്തിന്റെയോ യഥാർത്ഥ സ്ഥാനം പുനഃസ്ഥാപിക്കാൻ നടപടിയെടുക്കാൻ ആർക്കാണ് യോഗ്യതയുള്ളത്? ആൻസർ കളക്ടർ. A sum equal to dash times value of the seized vehicles are determined for release of the vehicles under the Paddy Wetland Act 2018. പിടിച്ചെടുത്ത വാഹനങ്ങളുടെ ഡാഷ് ഇരട്ടി മൂല്യത്തിന് തുല്യമായ തുക 2018 നെൽവയൽ തണ്ണീർത്തട നിയമം അനുസരിച്ച് വാഹനങ്ങൾ വിട്ടു നൽകുന്നത് നിശ്ചയിച്ചിരിക്കുന്നു. ആൻസർ 1.5. 1.5 ഇരട്ടി മൂല്യത്തിന് തുല്യമായ തുക 2018 നെൽവയൽ തണ്ണീർത്തട നിയമം അനുസരിച്ച് വാഹനങ്ങൾ വിട്ടു നൽകുന്നതിന് നിശ്ചയിച്ചിരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. To whom appeal against confiscation is to be filed under the Paddy Lands and Wetlands Act 2008. 2008 നെൽവയൽ തണ്ണീർത്തട നിയമം അനുസരിച്ച് ജപ്തിക്കെതിരെ ആർക്കാണ് അപ്പീൽ ഫയൽ ചെയ്യേണ്ടത്? ആൻസർ ഡിസ്ട്രിക്ട് കോർട്ട്. What is the application fee for regularization of unauthorized reclamation of paddy lands? അനധികൃതമായി നെൽവയൽ നികത്തൽ ക്രമപ്പെടുത്തുന്നതിനുള്ള അപേക്ഷ ഫീസ് എത്രയാണ്? ആൻസർ 1000 rupees. Application for regularization of unauthorized reclamation of paddy lands is in form number dash
നെൽപ്പാടം അനധികൃതമായി നികത്തുന്നത് ക്രമപ്പെടുത്തുന്നതിനുള്ള അപേക്ഷാ ഫോം നമ്പർ ഡാഷ് ആണ്. 4. Next question. What is the limit of error in recorded areas of field or subdivisions? ഫീൽഡ് അല്ലെങ്കിൽ സബ് ഡിവിഷനുകളിലെ രേഖപ്പെടുത്തപ്പെട്ട പ്രദേശങ്ങളിലെ പിശകിന്റെ പരിധി എത്രയാണ്? ആൻസർ 1%. Next question. Whose sanction is necessary for correction of district boundary? ജില്ലാ അതിർത്തി തിരുത്തുന്നതിന് ആരുടെ അനുമതി ആവശ്യമാണ്? ആൻസർ ഗവൺമെന്റ്. In the case of cadastral survey, the records are prepared by dash. Cadastral surveyയുടെ കാര്യത്തിൽ രേഖകൾ തയ്യാറാക്കുന്നത് ഡാഷ് ആണ്. ആൻസർ സർവേ ഓഫീസർ. Field corners and bends of not less than dash decimeters to be offsetted. ഫീൽഡ് കോണുകളും ഡാഷ് ഡെസിമീറ്ററിൽ കുറയാത്ത വളവുകളും ഓഫ്സെറ്റ് ചെയ്യണം. ആൻസർ 2. Estates of immovable property is disposed in accordance with the provisions of dash. സ്ഥാവര സ്വത്തുക്കളുടെ എസ്റ്റേറ്റുകൾ ഡാഷ് വ്യവസ്ഥയ്ക്ക് അനുസൃതമായി ഉപയോഗിക്കുന്നു. ആൻസർ ലാൻഡ് അസൈൻമെന്റ് ആക്ട്. Estates property taken possession is managed by dash. എസ്റ്റേറ്റ് സ്വത്ത് കൈവശപ്പെടുത്തുന്നത് ഡാഷ് ആണ് കൈകാര്യം ചെയ്യുന്നത്. ആൻസർ ഗവൺമെന്റ്. The appeal period under the Estates and Forfeitures Act is dash months. Estates and Forfeitures Act പ്രകാരമുള്ള അപ്പീൽ കാലയളവ് ഡാഷ് മാസമാണ്. ആൻസർ 3. Estated property shall not be sold until it has been in the possession for more than dash years. ഡാഷ് വർഷത്തിൽ കൂടുതൽ കൈവശം വയ്ക്കുന്നത് വരെ എസ്റ്റേറ്റ്സ് പ്രോപ്പർട്ടി വിൽക്കാൻ പാടില്ല. ആൻസർ 12. Next question. What is the number of non-official social scientists to be included in the appraisal of social impact assessment report group under the Land Acquisition Act 2013? 2013 ലാൻഡ് അക്വിസിഷൻ ആക്ട് പ്രകാരം സോഷ്യൽ ഇമ്പാക്ട് അസസ്മെന്റ് റിപ്പോർട്ട് ഗ്രൂപ്പിന്റെ മൂല്യനിർണയത്തിൽ ഉൾപ്പെടുത്തേണ്ട അനൗദ്യോഗിക സാമൂഹിക ശാസ്ത്രജ്ഞരുടെ എണ്ണം എത്രയാണ്? ആൻസർ 2. Next question. Within what period the expert group constituted under the Land Acquisition Act 2013 shall make a recommendation for rejecting the project shall be filled? 2013 ലാൻഡ് അക്വിസിഷൻ ആക്ട് പ്രകാരം രൂപീകരിച്ച വിദഗ്ധ സംഘം ഏത് കാലയളവിലാണ് പദ്ധതി നിരസിക്കാൻ ശുപാർശ ചെയ്യുന്നത്? ആൻസർ 2. In which case exception from social impact assessment is to be ordered? ഏത് സാഹചര്യത്തിലാണ് സോഷ്യൽ ഇമ്പാക്ട് അസസ്മെന്റിൽ നിന്ന് ഒഴിവാക്കൽ ഉത്തരവിടേണ്ടത്? ആൻസർ urgency clause. Which lands cannot be acquired under the Land Acquisition Act 2013? 2013 ലാൻഡ് അക്വിസിഷൻ ആക്ട് പ്രകാരം ഏത് ഭൂമി ഏറ്റെടുക്കാൻ കഴിയില്ല? ആൻസർ ഇറിഗേറ്റഡ് മൾട്ടി ക്രോപ്ഡ് ലാൻഡ്. ജലസേചനമുള്ള ബഹുവിള ഭൂമി. Next question. Who is competent to accept the land notified under the Land Acquisition Act 2013 is special circumstances? Answer collector. 2013 ലാൻഡ് അക്വിസിഷൻ ആക്ട് പ്രകാരം വിജ്ഞാപനം ചെയ്യപ്പെട്ട ഭൂമി പ്രത്യേക സാഹചര്യങ്ങളിൽ ഒഴിവാക്കുന്നതിന് ആർക്കാണ് യോഗ്യതയുള്ളത്? കളക്ടർക്കാണ് യോഗ്യത. After issuance of notice under section 11(1) under Land Acquisition Act 2013, the land records are updated within a period of dash months. 2013 ലാൻഡ് അക്വിസിഷൻ ആക്ട് പ്രകാരം നോട്ടീസ് നൽകിയതിനു ശേഷം ഭൂമി രേഖകൾ ഡാഷ് മാസത്തിനുള്ളിൽ അപ്ഡേറ്റ് ചെയ്യുന്നു. ആൻസർ 2 മാസത്തിനുള്ളിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിത്തിൻ വാട്ട് പീരിയഡ് ദ നോട്ടിഫിക്കേഷൻ അണ്ടർ 19(1) of the Land Acquisition Act 2013 shall be deemed to have been rescinded? ഏത് കാലയളവിനുള്ളിൽ 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിന്റെ 19(1) പ്രകാരമുള്ള ഒരു വിജ്ഞാപനം റദ്ദാക്കിയതായി കണക്കാക്കും? ആൻസർ 12. Next question. The parameters is to be considered by collector in determination of award are mentioned in the section dash of the new act. അവാർഡ് നിർണയത്തിൽ കളക്ടർ പരിഗണിക്കേണ്ട പാരാമീറ്ററുകൾ പുതിയ നിയമത്തിലെ സെക്ഷൻ ഡാഷിൽ സൂചിപ്പിക്കുന്നു.
Answer 28. What is the period of claims of abandoned property from the date of publication of notice in the Gazette? ഗസറ്റിൽ നോട്ടീസ് പ്രസിദ്ധീകരിച്ച തീയതി മുതൽ ഉപേക്ഷിക്കപ്പെട്ട വസ്തുവിന്റെ ക്ലെയിമുകളുടെ കാലയളവുകൾ എത്രയാണ്? ആൻസർ 6 മാസം. To whom appeal lie against an order of abandoned property? Answer government. Who will take charge of the unclaimed properties found in public places? പൊതുസ്ഥലങ്ങളിൽ കണ്ടെത്തിയ അവകാശമില്ലാത്ത സ്വത്തുക്കളുടെ ചുമതല ആരാണ് ഏറ്റെടുക്കുക? ആൻസർ പോലീസ്. To whom contested claim of abandoned properties are referred? ഉപേക്ഷിക്കപ്പെട്ട സ്വത്തുക്കളുടെ അവകാശവാദം ആർക്കാണ് പരാമർശിക്കുന്നത്? ആൻസർ കോടതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ട്രഷർ ട്രോവ് ആർ ഡെപ്പോസിറ്റഡ് ഇൻ ദ കസ്റ്റഡി ഓഫ് ഡാഷ്. നിധിശേഖരം ഡാഷ് കസ്റ്റഡിയിൽ നിക്ഷേപിച്ചിരിക്കുന്നു. ആൻസർ ട്രഷറി. നിധിശേഖരം ട്രഷറിയുടെ കസ്റ്റഡിയിലാണ് നിക്ഷേപിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The owner of the place in which treasure trove is found shall give notice in writing to the collector before the expiry of dash. നിധിശേഖരം കണ്ടെത്തിയ സ്ഥലത്തിന്റെ ഉടമ ഡാഷ് കാലഹരണപ്പെടുന്നതിന് മുമ്പ് കളക്ടർക്ക് രേഖാമൂലം അറിയിപ്പ് നൽകേണ്ടതാണ്. ആൻസർ 1 മാസം, 1 month. Next question. Regarding the value of treasure trove, if any question arises, it should be referred to dash and decisions shall be final. നിധിശേഖരത്തിന്റെ മൂല്യം സംബന്ധിച്ച് എന്തെങ്കിലും ചോദ്യം ഉയർന്നാൽ അത് ഡാഷിലേക്ക് റെഫർ ചെയ്യണം. തീരുമാനങ്ങൾ അന്തിമമായിരിക്കും. ആൻസർ കളക്ടർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If the treasure trove was hidden within dash years, the treasure trove is declared as ownerless. നിധിശേഖരം ഡാഷ് വർഷത്തിനുള്ളിൽ മറച്ചിട്ടുണ്ടെങ്കിൽ നിധിശേഖരം ഉടമസ്ഥനില്ലാത്തതിനായി പ്രഖ്യാപിക്കപ്പെടും. ആൻസർ 100. Within what period the collector is competent to correct the awards? ഏത് കാലയളവിനുള്ളിൽ അവാർഡുകൾ തിരുത്താൻ കളക്ടർക്ക് യോഗ്യതയുണ്ട്? ആൻസർ 6 months. What percent of the compensation shall be paid for the land taken possession in urgency clause? അടിയന്തര ക്ലോസിൽ കൈവശപ്പെടുത്തിയ ഭൂമിക്ക് നഷ്ടപരിഹാരത്തിന്റെ എത്ര ശതമാനം നൽകണം? ആൻസർ 80%. In case of lands being acquired from members of the scheduled caste or scheduled tribes, dash of the compensation shall be paid to the affected families. പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗത്തിൽപ്പെട്ട അംഗങ്ങളിൽ നിന്ന് ഭൂമി ഏറ്റെടുക്കുകയാണെങ്കിൽ നഷ്ടപരിഹാരത്തിന്റെ ഡാഷ് ബാധ്യത കുടുംബങ്ങൾക്ക് നൽകും. ആൻസർ 1/3. ആൻസർ 1/3, 3/1 ഭാഗം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The Land Acquisition, Rehabilitation and Resettlement Authority consists of dash persons. Land Acquisition, Rehabilitation, Resettlement Authorityയിൽ എത്ര വ്യക്തികൾ ഉണ്ടാവും? ആൻസർ 1, ഒരു വ്യക്തിയെ ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the term of office of the presiding officer appointed under the Land Acquisition Act 2013? 2013 ലാൻഡ് അക്വിസിഷൻ ആക്ട് പ്രകാരം നിയമിക്കപ്പെട്ട പ്രിസൈഡിംഗ് ഓഫീസറുടെ കാലാവധി എത്രയാണ്? ഓഫീസിന്റെ കാലാവധി എത്രയാണ്? ആൻസർ 3 വർഷം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. No income tax shall be levied on any award or agreement made under the Land Acquisition Act 2013. Which section of that act gives this protection? 2013 ലാൻഡ് അക്വിസിഷൻ ആക്ട് പ്രകാരം ഉണ്ടാക്കിയ ഏതെങ്കിലും അവാർഡ് അല്ലെങ്കിൽ കരാറിന് ആദായ നികുതി ചുമത്താൻ പാടില്ല. നിയമത്തിലെ ഏത് വകുപ്പാണ് ഈ പരിരക്ഷ നൽകുന്നത്? ആൻസർ സെക്ഷൻ 96. Next question. The preliminary notification under section 11 of the Land Acquisition Act 2013 shall be published in the form dash. 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിന്റെ സെക്ഷന് 11 കീഴിലുള്ള പ്രാഥമിക വിജ്ഞാപനം ഡാഷ് ഫോമിൽ പ്രസിദ്ധീകരിക്കും. ആൻസർ 2, റോമൻ ലെറ്റർ 2. Next question. Who is competent to accept motor vehicle use fee? മോട്ടോർ വാഹന ഉപയോഗ ഫീസ് ഒഴിവാക്കാനുള്ള യോഗ്യത ആർക്കാണ്? Answer government. Next question. What is the maximum period for collecting agents offer discount
on user fees under the Kerala Road Fund Act. കേരള റോഡ് ഫണ്ട് ആക്ടിന് കീഴിലുള്ള ഉപയോക്തൃ ഫീസിൽ കളക്ടിംഗ് ഏജന്റ് ഓഫർ ഡിസ്കൗണ്ട് നൽകുന്നതിനുള്ള പരമാവധി കാലയളവ് എത്രയാണ്? ആൻസർ 1 വർഷം. No civil courts have jurisdiction to settle, decide or deal any matter connected with the Kerala Road Fund Board. Which section of the Act? കേരള റോഡ് ഫണ്ട് ബോർഡുമായി ബന്ധപ്പെട്ട ഏത് വിഷയവും തീർപ്പാക്കാനോ തീരുമാനിക്കാനോ കൈകാര്യം ചെയ്യാനോ ഒരു സിവിൽ കോടതിക്കും അധികാരമില്ല. നിയമത്തിലെ ഏത് വകുപ്പാണ് സംരക്ഷണം നൽകുന്നത്? ആൻസർ ഓപ്ഷൻ ബി സെക്ഷൻ 22. Fees are levied for the service rendered on highways for which the cost of construction is more than dash. നിർമ്മാണ ചെലവ് ഡാഷിൽ കൂടുതലുള്ള ഹൈവേകളിൽ നൽകുന്ന സേവനത്തിന് ഫീസ് ഈടാക്കുന്നു. ആൻസർ 35 ലക്ഷം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The Kerala Road Fund Board consists of dash members. കേരള റോഡ് ഫണ്ട് ബോർഡിൽ എത്ര അംഗങ്ങളാണുള്ളത്? ആൻസർ 10. Next question. Who is the chairman of executive committee formed under the Kerala Road Fund Board? കേരള റോഡ് ഫണ്ട് ബോർഡിന് കീഴിൽ രൂപീകരിച്ച എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ആൻസർ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What percent of tax collected by motor vehicles is contributed to the road fund? മോട്ടോർ വാഹനങ്ങൾ ശേഖരിക്കുന്ന നികുതിയുടെ എത്ര ശതമാനം റോഡ് ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുന്നു? ആൻസർ 10%. Who audits the accounts of the Kerala Road Fund Board? കേരള റോഡ് ഫണ്ടിന്റെ അക്കൗണ്ടുകൾ ആരാണ് ഓഡിറ്റ് ചെയ്യുന്നത്? ആൻസർ ഓഡിറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If no agreement has reached for the compensation for immovable property within dash months of taking possession of the land, the collector shall determine the compensation. ഭൂമി ഏറ്റെടുത്ത് ഡാഷ് മാസത്തിനുള്ളിൽ സ്ഥാവര വസ്തുക്കൾക്കുള്ള നഷ്ടപരിഹാരത്തിന് ഒരു കരാറിലും ധാരണ എത്തിയിട്ടില്ലെങ്കിൽ കളക്ടർ നഷ്ടപരിഹാരം നിശ്ചയിക്കും. ആൻസർ 2 months. What is the right of interest for the lands acquired under the Requisitioning and Acquisition of Property Act? Requisitioning and Acquisition of Property Act പ്രകാരം ഏറ്റെടുക്കുന്ന ഭൂമിയുടെ പലിശ നിരക്ക് എത്രയാണ്? ആൻസർ 6%. To whom an appeal against an order, the Kerala Requisitioning and Acquisition of Property Act is to be filed? Answer District Court. Orders under the Requisitioning and Acquisition of Property Rule are arranged to the service through dash. Property റൂളിന്റെ അഭ്യർത്ഥനയ്ക്കും ഏറ്റെടുക്കലിനും കീഴിലുള്ള ഓർഡറുകൾ ഡാഷ് വഴി സേവനത്തിനായി ക്രമീകരിച്ചിരിക്കുന്നു. ആൻസർ തഹസിൽദാർ. പ്രോപ്പർട്ടി റൂളിന്റെ അഭ്യർത്ഥനയ്ക്കും ഏറ്റെടുക്കലിനും കീഴിലുള്ള ഓർഡറുകൾ തഹസിൽദാർ വഴി സേവനത്തിനായി ക്രമീകരിച്ചിരിക്കുന്നു. To whom appeal against treasure trove orders are to be filed? ട്രഷർ ട്രോവ് ഓർഡറുകൾക്കെതിരെ ആർക്കാണ് അപ്പീൽ ഫയൽ ചെയ്യേണ്ടത്? ആൻസർ ലാൻഡ് റവന്യൂ കമ്മീഷണർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് പോർഷൻ ഓഫ് ദ ട്രഷർ ട്രോവ് ഷാൽ ബി അലോട്ടഡ് ടു ദ ഫൈൻഡർ. നിധിശേഖരത്തിന്റെ ഡാഷ് ഭാഗം കണ്ടെത്തുന്നയാൾക്ക് അനുവദിക്കും. ആൻസർ 4/3 ഭാഗം, 3/4. Next question. What is the penalty of the finder of the treasure trove if he fails to inform the collector? നിധിശേഖരം കണ്ടെത്തിയയാൾക്ക് കളക്ടറെ അറിയിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ എന്ത് ശിക്ഷയാണ് ലഭിക്കുക? ആൻസർ 1 വർഷം. Next question. Which is not food crops under the Kerala Land Utilization Order 1967? 1967 കേരള ലാൻഡ് യൂട്ടിലൈസേഷൻ ഓർഡർ പ്രകാരം ഭക്ഷ്യവിള അല്ലാത്തത് ഏതാണ്? ആൻസർ ഫിഷ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Dash percentage of bid amount shall be collected immediately after the sale of right to cultivate land under KLU order. KLU order പ്രകാരം ഭൂമി കൃഷി ചെയ്യാനുള്ള അവകാശം വിറ്റതിനു ശേഷം ബിഡ് തുകയുടെ -% ഉടൻ ശേഖരിക്കും. ആൻസർ 25%. A certificate in form is given to the successful bidder for sale of right to cultivate land under KLU order. KLU order പ്രകാരം ഭൂമി കൃഷി ചെയ്യാനുള്ള അവകാശം വിൽക്കുന്നതിനുള്ള വിജയകരമായ ലേലക്കാരന് ഡാഷ് ഫോമിൽ ഒരു സർട്ടിഫിക്കറ്റ് നൽകുന്നു. ആൻസർ ഓപ്ഷൻ ഡി
ബി ഫോമിലാണ് സർട്ടിഫിക്കറ്റ് നൽകുന്നത്. KLU ഓർഡർ പ്രകാരം ഭൂമി കൃഷി ചെയ്യാനുള്ള അവകാശം വിൽക്കുന്നതിനുള്ള വിജയകരമായ ലേലക്കാരന് ബി ഫോമിൽ ഒരു സർട്ടിഫിക്കറ്റ് നൽകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാൻഡ്സ് കൾട്ടിവേറ്റഡ് വിത്ത് എനി ഫുഡ് ക്രോപ്പ് ആർ to be cultivated with any other food crops for period of dash years. ഏതെങ്കിലും ഭക്ഷ്യവിളകൾ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന ഭൂമി ഡാഷ് വർഷത്തേക്ക് മറ്റ് ഭക്ഷ്യവിളകൾക്കൊപ്പം കൃഷി ചെയ്യരുത്. ആൻസർ 3. ഏതെങ്കിലും ഭക്ഷ്യവിളകൾ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന ഭൂമി 3 വർഷത്തേക്ക് മറ്റ് ഭക്ഷ്യവിളകൾക്കൊപ്പം കൃഷി ചെയ്യാൻ പാടുള്ളതല്ല. Who is competent to give permission for conversion of lands for any industry under the KLU order? KLU ഓർഡർ പ്രകാരം ഏതെങ്കിലും വ്യവസായത്തിന് ഭൂമി മാറ്റുന്നതിന് അനുമതി നൽകാൻ ആർക്കാണ് യോഗ്യത? ആൻസർ കളക്ടർ. To whom an appeal under KLU order is to be filed. KLU ഉത്തരവ് പ്രകാരം ആർക്കാണ് അപ്പീൽ ഫയൽ ചെയ്യേണ്ടത്? ആൻസർ ലാൻഡ് റവന്യൂ കമ്മീഷണർ. Under the KLU order, Form D is used for dash. KLU ഓർഡർ പ്രകാരം ഡാഷ് എന്നതിന് ഫോം ഡി ഉപയോഗിക്കുന്നു. ആൻസർ വിൽപ്പന സർട്ടിഫിക്കറ്റ്. Next question, the Kerala Conversion of Paddy Lands and Wetlands Act came into effect from dash. Kerala നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ഡാഷ് മുതൽ പ്രാബല്യത്തിൽ വന്നു. ആൻസർ 12/8/2008. Next question, how many freshwater lakes we have in Kerala? കേരളത്തിൽ നമുക്ക് എത്ര ശുദ്ധജല തടാകങ്ങൾ ഉണ്ട്? ആൻസർ 3. Next question, who is the convener of local level monitoring committee under the conversion of the Paddy Lands and Wetlands Act in a corporation area? കോർപ്പറേഷൻ ഏരിയയിൽ നെൽവയൽ തണ്ണീർത്തട ഭൂമി സംരക്ഷണ നിയമത്തിന് കീഴിലുള്ള ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ കൺവീനർ ആരാണ്? ആൻസർ അഗ്രികൾച്ചറൽ ഓഫീസർ. Next question, up to what extent the local level monitoring committee can recommend for filling of Paddy lands for construction of residential building in municipality? ഒരു മുനിസിപ്പാലിറ്റിയിൽ വാസയോഗ്യമായ കെട്ടിടം പണിയുന്നതിനായി നെൽവയൽ നികത്തുന്നതിന് ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് എത്രത്തോളം ശുപാർശ ചെയ്യാം? ആൻസർ 5 സെന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ക്വാറം ഓഫ് ദ ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി? ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ക്വാറം എത്രയാണ്? ആൻസർ 3. Next question, the term of local level monitoring committee is dash years. Local level monitoring committeeയുടെ കാലാവധി 3 വർഷമാണ്. Next question, who is the reporting officer in respect of the Paddy lands in the area? പ്രദേശത്തെ നെൽവയലുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിംഗ് ഓഫീസർ ആരാണ്? ആൻസർ കൃഷി ഓഫീസർ. Next question, what is the time limit to take decision by the district level authorized committee under the Conservation of Paddy and Wetland Act? നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം ജില്ലാതല അംഗീകൃത സമിതി തീരുമാനമെടുക്കുന്നതിനുള്ള സമയപരിധി എത്രയാണ്? ആൻസർ 1 month. Next question, objection to the acquisition of land, if any, should be filed within dash days under National Highways Act. ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള എതിർപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദേശീയപാത നിയമപ്രകാരം ഡാഷ് ദിവസത്തിനുള്ളിൽ ഫയൽ ചെയ്യണം. ആൻസർ 21 ദിവസത്തിനുള്ളിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിക്ലറേഷൻ അണ്ടർ ദ നാഷണൽ ഹൈവേസ് ആക്ട് ഷുഡ് ബി പബ്ലിഷ്ഡ് വിത്തിൻ ഡാഷ് ഓഫ് ദ നോട്ടിഫിക്കേഷൻ. നാഷണൽ ഹൈവേ ആക്ട് പ്രകാരമുള്ള പ്രഖ്യാപനം വിജ്ഞാപനത്തിന്റെ ഡാഷ് വർഷത്തിനുള്ളിൽ പ്രസിദ്ധീകരിക്കണം. ആൻസർ 10 മാസത്തിനുള്ളിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, who is the competent authority to enforce surrender of land for national highways in Kerala? കേരളത്തിൽ ദേശീയപാതകൾക്കായി ഭൂമി വിട്ടു നൽകുവാൻ അധികാരമുള്ളത് ആരാണ്? ആൻസർ കളക്ടർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if compensation for land taken possession under National Highways Act is not acceptable to the parties, it will be determined by the നാഷണൽ ഹൈവേ ആക്ട് പ്രകാരം കൈവശപ്പെടുത്തിയ ഭൂമിക്ക് നഷ്ടപരിഹാരം കക്ഷിക്ക് സ്വീകാര്യമല്ലെങ്കിൽ അത് ഡാഷ് നിർണയിക്കും. ആൻസർ മധ്യസ്ഥൻ. നാഷണൽ ഹൈവേ ആക്ട് പ്രകാരം കൈവശപ്പെടുത്തിയ ഭൂമിക്ക് നഷ്ടപരിഹാരം കക്ഷിക്ക് സ്വീകാര്യമല്ലെങ്കിൽ അത് മധ്യസ്ഥൻ നിർണയിക്കും. Next question, disputes regarding apportionment of compensation amount shall be decided by dash. നഷ്ടപരിഹാര തുകയുടെ വിഭജനം സംബന്ധിച്ച തർക്കങ്ങൾ കോടതി തീരുമാനിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മാക്സിമം പണിഷ്മെന്റ്
For mischief by injury to national highway, imprisonment for dash years. ദേശീയപാതയിൽ അപകടമുണ്ടായാൽ കൊള്ളരുതായ്മയ്ക്ക് പരമാവധി ശിക്ഷ എന്താണ്? ആൻസർ 5 വർഷത്തെ തടവ്. Next question. Every rule made under National Highways Act should be presented before the House of Parliament before dash days. ദേശീയപാത നിയമത്തിന് കീഴിലുള്ള എല്ലാ നിയമങ്ങളും ഡാഷ് ദിവസങ്ങൾക്ക് മുമ്പ് പാർലമെന്റിന് മുമ്പാകെ അവതരിപ്പിക്കണം. ആൻസർ 30 ദിവസം. The National Highways Act 1956 received the assent of the President on dash. 1956 ദേശീയപാത നിയമത്തിന് ഡാഷിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചു. ആൻസർ 11/9/1956. 1956 ദേശീയപാത നിയമത്തിന് 11/9/1956 രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചു.